പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഉച്ചസ്ഥായിയിൽ എത്തിച്ചുകൊണ്ട് ബഹ്റൈനിലെ തന്ത്രപ്രധാന US സൈനിക കേന്ദ്രങ്ങൾക്കും അമേരിക്കൻ IT ഭീമനായ ആമസോണിന്റെ ഡാറ്റാ സെന്ററിനും നേരെ ഇറാന്റെ വിനാശകരമായ ഡ്രോൺ മിസൈൽ ആക്രമണം. മേഖലയിലാകെ അടിയന്തര അപായ സൈറണുകൾ മുഴക്കിയ ഈ കടന്നാക്രമണം അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക സൈനിക ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള കടുത്ത പ്രതികാരമായാണ് ഈ സൈനിക നീക്കമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനമാണ് ഈ ആക്രമണത്തിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഓപ്പറേഷൻ സെയ്ഗ എന്ന പേരിൽ ഇറാൻ ആർമി നടപ്പിലാക്കുന്ന വിനാശകരമായ സൈനിക ദൗത്യത്തിന്റെ 24ാം ഘട്ടത്തിലാണ് ബഹ്റൈൻ ലക്ഷ്യമാക്കി വൺ ഡ്രോൺ വ്യൂഹം കുതിച്ചുയർന്നത്. ഇറാന്റെ അത്യാധുനിക അരാഷ് 1B അറ്റാക്ക് ഡ്രോണുകളാണ് ഈ ഓപ്പറേഷനായി വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത്. ബഹ്റൈനിലെ പ്രമുഖ US സൈനിക താവളമായ ഷെയ്ഖ് ഈസ എയർബേസ് ആയിരുന്നു ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന്. പ്രഹരശേഷിയേറിയ അരാഷ് ഡ്രോണുകൾ അമേരിക്കൻ താവളത്തിന്റെ പ്രതിരോധ വലയങ്ങൾ ഭേദിച്ച് സങ്കീർണമായ പല കേന്ദ്രങ്ങളിലും നേരിട്ട് പതിക്കുകയായിരുന്നു. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കും സൈനിക വാഹനങ്ങൾക്കും ആവശ്യമായ വൻ ഇന്ധന സംഭരണശാലകൾ ഇറാൻ ഡ്രോണുകൾ തകർത്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്ധന ടാങ്കുകൾക്ക് തീപിടിച്ചതിനെ തുടർന്ന് വൻ സ്ഫോടന പരമ്പരകളാണ് എയർബേസിൽ ഉണ്ടായത്. ഇതിനു പുറമെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർത്തിയിട്ടിരുന്ന ഹാങ്ങറുകളും കനത്ത യുദ്ധസാമഗ്രികളും സാങ്കേതിക ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന ഡെപ്പോകളും ആക്രമണത്തിൽ വലിയ തോതിൽ തകർന്നു. സൈനിക താവളത്തിലെ വിവരവിനിമയ സംവിധാനങ്ങളെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. എയർബേസിലെ US സൈനികർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകൾക്ക് നേരെയും പ്രഹരമുണ്ടായതായി ഇറാൻ ആർമി അവകാശപ്പെടുന്നു. ആക്രമണ സമയം പെട്ടെന്നായതിനാൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി സജ്ജമാക്കാൻ US സേനയ്ക്ക് സാധിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ അമേരിക്കൻ സാങ്കേതിക ഭീമനായ ആമസോൺ വെബ് സർവീസസിന്റെ ബഹ്റൈനിലെ പ്രധാന ഡാറ്റാ സെന്ററിന് നേരെ നടന്ന ആക്രമണമാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നടുക്കം സൃഷ്ടിച്ചിരിക്കുന്നത്. മേഖലയിലെ അമേരിക്കൻ ഇന്റലിജൻസ് ഡിജിറ്റൽ ശൃംഖലകളുടെ പ്രധാന കേന്ദ്രമായാണ് ഈ ഡാറ്റാ സെന്റർ പ്രവർത്തിച്ചിരുന്നത്. ഡാറ്റാ സെന്ററിന് സംഭവിച്ച കനത്ത നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ IRGC പുറത്തുവിട്ടു. കെട്ടിട സമുച്ചയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ തകർന്നടിയുകയും പുകയുയരുകയും ചെയ്യുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. അമേരിക്കൻ വ്യവസായ പ്രതിരോധ ശൃംഖലകൾക്ക് വിവരസാങ്കേതിക പിന്തുണ നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുക എന്ന തന്ത്രപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് ആമസോൺ കേന്ദ്രം ആക്രമിക്കപ്പെട്ടത്. ഇത് മേഖലയിലെ US ഡാറ്റാ സർവീസുകളെയും ആശയവിനിമയ ശൃംഖലകളെയും വലിയ രീതിയിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് ബഹ്റൈനിലുടനീളമുള്ള അടിയന്തര അപായ സൈറണുകൾ മുഴങ്ങി. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം കടുത്ത ഭീതി പടരുകയും ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുകയും ചെയ്തു. ഗൾഫ് മേഖലയിലെ മറ്റ് അമേരിക്കൻ പങ്കാളിത്ത രാജ്യങ്ങളും ഇതോടെ അതീവ ജാഗ്രതയിലാണ്. ഇറാന്റെ അരാഷ് ഡ്രോണുകൾ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ പ്രത്യേക ശേഷിയുള്ളവയാണ്. കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഇത്തരം ഡ്രോണുകളുടെ കൂട്ടാക്രമണം പ്രതിരോധിക്കാൻ പാശ്ചാത്യ സേനകൾ വൻ വെല്ലുവിളിയാണ് നേരിടുന്നത്. തങ്ങളുടെ രാജ്യത്തിനകത്ത് അമേരിക്ക നടത്തിയ കടന്നുകയറ്റങ്ങൾക്കുള്ള പ്രത്യാഘാതം ചെറുതായിരിക്കില്ല എന്ന മുന്നറിയിപ്പാണ് ഈ ആക്രമണത്തിലൂടെ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഇന്റലിജൻസ് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട US നീക്കങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് നൽകിയതെന്ന് വിപ്ലവ ഗാർഡുകൾ അവകാശപ്പെടുന്നു. ബഹ്റൈനിലെ സംഭവ വികാസങ്ങൾ ഗൾഫ് മേഖലയിലെ സുരക്ഷാ അന്തരീക്ഷത്തെ പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുകയാണ്. ആമസോൺ ഡാറ്റാ സെന്റർ പോലെയുള്ള തന്ത്രപ്രധാനമായ സിവിലിയൻ സാങ്കേതിക കേന്ദ്രങ്ങൾ യുദ്ധമേഖലയായി മാറുന്നത് ആഗോള സാമ്പത്തിക രംഗത്തും വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നു. അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ നേരിട്ടുണ്ടായ ഈ ആക്രമണത്തോട് വാഷിംഗ്ടൺ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക നീക്കത്തിന് അമേരിക്ക തുനിഞ്ഞാൽ അത് പശ്ചിമേഷ്യയെ നിയന്ത്രണാതീതമായ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ഉറപ്പാണ്.